ധർമ്മടം നമ്മൾ ഈ കണ്ണൂര് എന്തോ CPM-ന്റെ കോട്ടയാണ് എന്ന ധാരണ പൊതുവിൽ കേരളത്തിനുണ്ട്. ഒന്നുമല്ല. അപ്പോൾ ഇവരുടെ എല്ലാം കോൺഗ്രസിൻ്റെയും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പടിവാതിലുകൾ മുട്ടി അതെല്ലാം അടയപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥിരം ഡയലോഗ് പറയുന്ന പോലെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ജനങ്ങളാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ നേരിൽ കാണാനെത്തിയത്. അവിടെ അദാലത്ത് നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച BJP-യോട് എക്കാലത്തും തീണ്ടാപ്പാടകലെ നിർത്തണം എന്ന് CPM തീരുമാനിക്കുന്ന ന്യൂനപക്ഷങ്ങൾ BJP-യോട് ഒരിക്കട്ടത്തിലും അവർ ചേരരുത് എന്ന് പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, മനുഷ്യർ എല്ലാവരും അവിടെ ഒഴുകിയെത്തുകയാണ് അവരുടെ പ്രശ്നങ്ങളുമായിട്ട്. ഇവിടെ എല്ലാം CPM ആണെന്ന് എഴുതി വെച്ച അതിർവരമ്പുകൾ കടന്നാണ് അവിടെ ജനങ്ങൾ ഒഴുകിയെത്തി രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ടത്, BJP-യെ കണ്ടത്. ഞങ്ങളുടെ കയ്യിൽ അത് ഫയൽ ചെയ്ത് എൻ്റെ കൈവശമുണ്ടത്, ഈ പാർട്ടിയുടെ കൈവശമുണ്ട് അപേക്ഷകൾ വന്നത്. വീടിന് വേണ്ടി കുടിവെള്ളം, ജൽ ജീവൻ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. പക്ഷെ അത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ പദ്ധതി നടപ്പാക്കപ്പെടുന്നില്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്ത് BJP-യുടെ ഒരു മെഗാ അദാലത്ത് നടക്കുന്നത്. ഈ അദാലത്തിൽ വൻ ജനാവലിയാണ് അനുഭവപ്പെട്ടത്. ആ ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്ത് വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഉയർന്നു വരുന്ന ചോദ്യം, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വികസന മുരടിപ്പ് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ഈ അദാലത്തിൻ്റെ ഇൻചാർജും യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ഗോകുൽ ഗോപിനാഥ്. BJP-യുടെ നേതൃത്വത്തിൽ ധർമ്മടത്ത്, അത് മമ്പറം ടൗണിലാണ് അദാലത്ത് കഴിഞ്ഞ ദിവസത്തിൽ നടന്നത്. മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് ഈ അദാലത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായ തെളിവ് ജനങ്ങളുടെ ഒരു ബാഹുല്യമാണ്. അദാലത്ത് എന്ന് പറയുമ്പോൾ BJP-യുടെ പ്രവർത്തകരല്ലല്ലോ അവിടെ പങ്കെടുക്കുന്നത്. അദാലത്തിൽ അപേക്ഷകളുമായി, നിവേദനങ്ങളുമായി, ആശങ്കകളുമായി, പരാതികളുമായി എത്തിയവരാണ്. സ്വാഭാവികമായിട്ടും BJP-യുടെ അദാലത്തിൽ പരാതികളുമായി എത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളം ഭരിക്കുന്ന BJP അല്ല, തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP അല്ല, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ BJP അല്ല ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം കോൺഗ്രസിൻ്റെയും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പടിവാതിലുകൾ മുട്ടി അതെല്ലാം അടയപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥിരം ഡയലോഗ് പറയുന്ന പോലെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ജനങ്ങളാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ നേരിൽ കാണാൻ, BJP-യുടെ കേന്ദ്രമന്ത്രിയായിരുന്ന നിലവിലായിരിക്കുന്ന ശോഭാ കലന്തർജിയെ നേരിൽ കാണാൻ, കണ്ണൂരിലെ പ്രിയങ്കരനായ BJP-യുടെ MP സദാനന്ദൻ മാഷിനെ നേരിൽ കാണാനെത്തിയത്. എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവർ, എല്ലാവരും നിഷേധിച്ചവർ, എല്ലാവരും ആട്ടിപ്പായിച്ചവർ, അവരുടെ ഒരു കൂട്ടമാണ് അവിടെ ഉണ്ടായത്. അത് BJP-ക്കാരല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ഈ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ 10 മണിക്ക് തുടങ്ങണം എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. 8:30 മണിയോടുകൂടി രജിസ്ട്രേഷൻ കൗണ്ടറിൽ ആൾ നിറയുകയാണ്. 8:30 മണിക്ക് പ്രതീക്ഷയോടെ കൂടിയാണ് എല്ലാ മനുഷ്യരും അവിടെ എത്തിയത്. BJP അവിടെ അദാലത്ത് നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച, BJP-യോട് എക്കാലത്തും തീണ്ടാപ്പാടകലെ നിർത്തണം എന്ന് CPM തീരുമാനിക്കുന്ന ന്യൂനപക്ഷങ്ങൾ BJP-യോട് ഒരിക്കട്ടത്തിലും അവർ ചേരരുത് എന്ന് പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, മനുഷ്യർ എല്ലാവരും അവിടെ ഒഴുകിയെത്തുകയാണ് അവരുടെ പ്രശ്നങ്ങളുമായിട്ട്. അപ്പോൾ ഇതൊരു പ്രതീകമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന LDF-ഉം കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായി മാറി വന്ന UDF-ഉം ജനങ്ങൾക്ക് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നും വികസനം ആഗ്രഹിക്കുന്നവർ BJP-ക്കൊപ്പമാണെന്നും എല്ലാവരിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ടവർ, ഇല്ലാതാക്കപ്പെട്ടവർ, സ്വപ്നങ്ങൾ നശിച്ചവർ എല്ലാം BJP പറയുന്ന വികസനം ജന്മാവകാശമാണ്, വികസിത കേരളം എന്ന സ്വപ്നത്തോടൊപ്പമാണ് എന്ന തെളിവാണ് ഈ അദാലത്ത്. ഈ കണ്ണൂർ തന്നെ ഈ ഒരു അദാലത്തിനായി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? കണ്ണൂര് ധർമ്മടമാണ് തിരഞ്ഞെടുത്തത്. കണ്ണൂരിൽ ധർമ്മടം തന്നെയാണ് തിരഞ്ഞെടുത്തത്. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്ന നുണയുടെ രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ തന്നെ അവരുടെ ക്യാമ്പയിൻ അറിയാലോ, ഒന്നിച്ച് തുടരാം. എന്താ തുടരേണ്ടത്? ഈ പറയുന്ന സങ്കടങ്ങളും ആശങ്കകളും കരച്ചിലുകളും രോദനങ്ങളുമാണ് തുടരേണ്ടത്. അപ്പോൾ കണ്ണൂർ നടത്തിയതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഈ കേരളത്തോട്, ഈ നാടിനോട്, ഈ നാട്ടിലെ മനുഷ്യരോട് BJP-ക്ക്, രാജീവ് ചന്ദ്രശേഖർജിക്ക് ഒരു പത്രസമ്മേളനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നറേറ്റീവിൻ്റെയോ ആവശ്യമില്ലാതെ എവിഡൻ്റായി
പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രിയുടെ മണ്ണിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യർ അവർ നിരാലംബരായി, നിഷേധിക്കപ്പെടുന്നവരായി, ആരാലും സംരക്ഷിക്കപ്പെടാത്തവരായി നിലനിൽക്കുന്നു. അവരെ സ്വന്തം നാട്ടിലെ മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും. ഈ കേരളത്തിൽ അവരുടെ പൊന്നാപുരം കോട്ടയായി അവിടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത് ഇത് പാർട്ടിയാണ്, ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ എല്ലാം പാർട്ടിയാണ് എന്ന് എഴുതി വയ്ക്കുന്ന ബോർഡുകൾ കെട്ടിയ നടവഴികൾ താണ്ടിയാണ് ആര് വന്നത്? ഈ പറയുന്ന ജനങ്ങൾ ഒഴുകിയെത്തിയത്. പാർട്ടിയാണ്, ഇവിടെ എല്ലാം CPM ആണെന്ന് എഴുതി വെച്ച അതിർവരമ്പുകൾ കടന്നാണ് അവിടെ ജനങ്ങൾ ഒഴുകിയെത്തി രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ടത്, BJPയെ കണ്ടത്. അതൊരു വലിയ പ്രതീക്ഷയാണ് അവർക്ക്. ഞങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. ഈ നാടിൻ്റെ ജനങ്ങൾക്കൊപ്പം അവരുടെ വികസന സ്വപ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന വലിയൊരു പ്രതീതി കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യപൂർണമായ വിശ്വാസം നൽകാൻ വേണ്ടി ഈ അദാലത്തുകൾ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത എഡിഷൻ ഈ വരുന്ന 15-ാം തീയതി കൂടി VD സതീശൻ്റെ മണ്ഡലമായിട്ടുള്ള പറവൂരിൽ എറണാകുളത്ത് നടത്തുകയാണ്. അവിടെയും ഇതിനേക്കാൾ വലിയ ജനബാഹുല്യമാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ എത്തുന്ന പരാതികൾക്കെല്ലാം നിയമപരമായും നീതിയുക്തവുമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേന്ദ്രമന്ത്രിമാർ അവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച്, ജനങ്ങൾ ഞങ്ങളിലേക്കല്ല, ജനങ്ങൾ BJPയിലേക്കല്ല, BJP ജനങ്ങളിലേക്ക് എന്ന ഏറ്റവും വലിയ സന്ദേശവും ആ ആത്മവിശ്വാസവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ അദാലത്തിൻ്റെ ഉദ്ദേശം. പ്രധാനമായ അവിടെ എത്തിയ ജനങ്ങൾ ഉന്നയിച്ച ഈ നിവേദനങ്ങളിലെ എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായി അവർ ഉന്നയിക്കുന്നത്? 2 തരത്തിലാണ് അവിടെ നിവേദനങ്ങളും അപേക്ഷകളും വന്നത്. ഒന്ന് പൊതുവായ വിഷയങ്ങൾ, 2 വ്യക്തിപരമായ വിഷയങ്ങൾ. വ്യക്തിപരമായ വിഷയങ്ങൾ എന്ന് പറയുന്നത് വീട്, ഇവർ ഈ പറയുന്ന ലൈഫ് പദ്ധതിയും ഇതൊന്നും കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൽ നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ആയിരക്കണക്കിന് വീടുകളുടെ അപേക്ഷകളാണ് വന്നത്. ചെറിയ 3 സെന്റ്, 2 സെന്റ് അല്ലെങ്കിൽ 5 സെന്റ്, 10 സെന്റ് ഒക്കെ ഉള്ള ആളുകൾ ഒരു കൂരയ്ക്ക് വേണ്ടി അപേക്ഷകൾ ഏറ്റവും കൂടുതൽ വന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം ധർമ്മടത്താണ് വന്നത്. ഞങ്ങളുടെ കയ്യിൽ അത് ഫയൽ ചെയ്ത് എന്റെ കൈവശം ഉണ്ടത്, ഈ പാർട്ടിയുടെ കൈവശമുണ്ട് അപേക്ഷകൾ വന്നത്. വീടിന് വേണ്ടി കുടിവെള്ളം, ജൽ ജീവൻ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. പക്ഷെ അത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ പദ്ധതി നടപ്പാക്കപ്പെടുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതികളും തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കപ്പെടുന്നില്ല. അത് രാജീവ് ചന്ദ്രശേഖർജി കൃത്യമായി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് നടപ്പാക്കപ്പെടാത്ത എവിടെയാണ്? BJP കൗൺസിലറോ BJP മെമ്പറോ ഉള്ള വാർഡുകളിൽ ഇവർ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഇത് നടപ്പാക്കപ്പെടാതിരിക്കാൻ വേണ്ടി, പദ്ധതികൾ വരാതിരിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം അവിടുത്തെ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട്, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അപേക്ഷകൾ, നല്ല രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അപേക്ഷകൾ, അത്തരത്തിലുള്ള ആശങ്കകൾ, ലോണുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെയാണ് അവിടെ വ്യക്തിപരമായി വന്നത്. പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നത് അവിടുത്തെ റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടുത്തെ ഇപ്പം എല്ലായിടത്തും ബസ് സ്റ്റാൻഡ് ഉണ്ട്, പക്ഷേ അവിടെ ബസ് റൂട്ടുകൾ വളരെ കുറവാണ്. KSRTCയോ പ്രൈവറ്റ് ബസ്സോ ഈ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം പരിഹാരം യുക്തിപൂർവമായിട്ടും നീതിപൂർവമായിട്ടും നിയമപരമായിട്ടും സാധ്യതയുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളതാണ് ഉറപ്പ്. ജനങ്ങളുടെ വലിയൊരു പിന്തുണ തന്നെ ഉണ്ടായിരുന്നു. ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തുകയല്ലേ. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം ജനങ്ങൾ അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ, സാധാരണ എല്ലാ പരിപാടികളിലും രാജീവ് ചന്ദ്രശേഖർജി വർത്തമാനം പറയുമ്പോൾ ഇവിടെ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നാണ് പറയാറ്. പക്ഷേ അദ്ദേഹം ഈ ആകുലതകളും ഈ അപേക്ഷകളും ആ രോദനങ്ങളും കേട്ടതിന് ശേഷം സാധാരണയായി ഉപയോഗിക്കുന്ന സന്തോഷവാക്ക് പറഞ്ഞില്ല. കാരണം ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ പരാതി കേട്ടാൽ പിന്നെ സങ്കടമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു സങ്കടക്കടലായിരുന്നു. CPMഉം കോൺഗ്രസും ചവിട്ടി പുറത്താക്കിയ, തിരസ്കരിച്ച, വേണ്ടാന്ന് വെച്ച, അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തിരസ്കരണത്തിൽപ്പെട്ട് ഇല്ലാതായി പോയ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ ഒരു സങ്കടക്കടലാണ് അവിടെ ഒഴുകിയെത്തിയത്. ആ സങ്കടക്കടൽ BJPയിലാണ് വന്നത്. അതിന് പരിഹാരമുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ധർമ്മടത്ത് 3 BJPയുടെ കൗൺസിലർമാർ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി അവിടെ ഉണ്ടോ? ധർമ്മടം, നമ്മൾ ഈ കണ്ണൂര് എന്തോ CPMന്റെ കോട്ടയാണ് എന്ന ധാരണ പൊതുവിൽ കേരളത്തിനുണ്ട്. ഒന്നുമല്ല. കണ്ണൂര് സംഘടനാപരമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും ശക്തി ദുർഗമായിട്ടുള്ള മണ്ണാണ്. ആ മണ്ണിൽ BJP കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അടിത്തറ പാകിക്കഴിഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ തെളിവാണ്. അതിനാണ് സംഘാടന മികവ് അവിടെ ഉണ്ടായത്. അവിടുത്തെ സാധാരണ നമ്മുടെ പാർട്ടിക്കാർ, കണ്ണൂർ സൗത്ത് ജില്ലയിലാണ് ഈ ധർമ്മടം മണ്ഡലം വരുന്നത്. അവിടുത്തെ സാധാരണ പ്രവർത്തകർ, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് തൊട്ട് സാധാരണ ബൂത്ത് പ്രസിഡന്റ് വരെയുള്ള പ്രവർത്തകർ, അവരാണ് ജനങ്ങളെ കണ്ടത്, അവരാണ് ജനങ്ങളുടെ ആശങ്കകൾ സ്വീകരിച്ചത്, അവരാണ് ഇതിനെ വിജയിപ്പിച്ചത്. കണ്ണൂരിലെ പാർട്ടിയാണ് ഇതിനെ വിജയിപ്പിച്ചത്. അതിന് എല്ലാ രീതിയിലുമുള്ള പിന്തുണയാണ് സംസ്ഥാനത്തെ പാർട്ടി കൊടുത്തത്. അതിൻ്റെ തുടർച്ചയാണ് എറണാകുളത്ത് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിലെ ഇതിലേറ്റവും പ്രധാനം, മനുഷ്യനെ കേൾക്കാൻ ആരുമില്ലെന്നേ. CPM-ഉം കോൺഗ്രസും ഒന്നും ആരെയും കേൾക്കുന്നില്ലെന്ന്. ഒരു സെൽഫി എടുക്കാൻ വരുന്ന സ്വന്തം പാർട്ടിയിലെ വനിതാ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ അവസ്ഥ അറിയാലോ. അതെ, അപ്പോൾ ഞങ്ങൾ കേൾക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ, കേരളത്തിലെ BJP ഈ നാട്ടിലെ ആരും കേൾക്കാത്ത മനുഷ്യരെ കേൾക്കുകയാണ്. അത് തന്നെ വലിയ ആശ്വാസമാണെന്നേ. പരിഹാരം രണ്ടാമതാണ്, അതുണ്ടാവും. പക്ഷെ ഞങ്ങൾ കേൾക്കും, അവർക്ക് ചെവി കൊടുക്കും. അതാണ് അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത്, ഏറ്റവും കൂടുതൽ അപേക്ഷകളുമായി ഈ ഒരു മെഗാ അദാലത്തിൽ എത്തിയത് സ്ത്രീകളാണ്. അതുകൂടാതെ ഈ നിവേദനത്തിൽ പ്രധാനമായും പറയുന്നത് വീടില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ. അതുകൂടാതെ ഗതാഗത സൗകര്യം, അതായത് ടാർ ചെയ്യാത്ത റോഡുകൾ എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വൻ ജനാവലി തന്നെ ഈ അദാലത്തിലേക്ക് എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ സംസ്ഥാന സർക്കാരും തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ടു മുൻപേ പറഞ്ഞിരിക്കുന്നത്, അതുകൂടാതെ ഈ KSRTC ബസ്സിൻ്റെ സൈഡിലെല്ലാം തന്നെ പരസ്യങ്ങൾ പതിപ്പിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് വീടുകൾ ലൈഫ് മിഷനിലൂടെ സംസ്ഥാന സർക്കാർ വച്ചുകൊടുത്തു എന്നാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വീടില്ലാത്തവരുടെ അപേക്ഷകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ BJP ഉയർത്താൻ പോകുന്ന പ്രധാന വിഷയം എന്നുള്ളതും. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.